നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിരന്തരം കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. അതിലെ രാഷ്ട്രീയമൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ രാജ്യം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ, ശത്രുവിനെ നേരിടുമ്പോൾ ഈ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള രാഹുലിൻ്റെ നീക്കം, ഇത് ആരുടെ അജണ്ടയാണ്? രാഹുൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇങ്ങനെ നമ്മുടെ സൈന്യത്തെയും കേന്ദ്ര സർക്കാരിനെയും ഒക്കെ അവിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്കെതിരെ ചില പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ട് രംഗത്ത് വരുന്നത്? അത് ശരിക്കും പറഞ്ഞാൽ, ഒറ്റ വാചകത്തിൽ മറുപടി പറഞ്ഞാൽ, ചൈനയിലെ ഷീ ജിൻപിങ് വീട്ടിൽ ഒരു ഫോട്ടോ വെക്കുകയാണെങ്കിൽ ഇപ്പോൾ രാഹുലിൻ്റെ ഫോട്ടോയാണ് വെക്കേണ്ടത്. ഈ വീട്, ഈ നാടിൻ്റെ, ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ് രാഹുലിൻ്റെ ഫോട്ടോയാണ് വെക്കേണ്ടത്. ആലോചിച്ച് നോക്കൂ, രാഹുല് ചൈനയുമായിട്ട് ഉടമ്പടി ഒപ്പിട്ടുള്ളത് നമുക്കറിയാം. UPA ഭരണകാലത്ത് ചൈനയിൽ ചെന്ന് ഉടമ്പടി ഒപ്പിട്ടു. എനിക്ക് തോന്നുന്നു രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്താണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ അതിനുവേണ്ടി പണം ഒഴുക്കി, രാജീവ് ഗാന്ധി ഫൗണ്ടേഷനിലിട്ടും മറ്റുമൊക്കെ കണ്ടമാനം പണം ഒഴുക്കി. റോബർട്ട് വധേരയെ പോലുള്ള ബിസിനസ് താല്പര്യങ്ങൾക്ക് ഉപയുക്തമാകുന്ന രീതിയിലുള്ള ഇടപെടലുകളുണ്ടായി. ചൈനയ്ക്ക് വേണ്ടത്ര സഹായം അക്കാര്യത്തിലൊക്കെ ഉണ്ട്. അതെല്ലാം ലോകം അറിയുന്ന കാര്യമാണ്. അതെ. പക്ഷെ ഇപ്പോഴത്തെ കാര്യത്തിലെ പ്രസക്തി എന്ന് പറഞ്ഞാൽ, ചൈന അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയെ നേരിടുന്ന ഘട്ടമായത്. ഈ ഘട്ടത്തിൽ ചൈനയെ സഹായിക്കാതിരിക്കാൻ രാഹുലിന് പറ്റുമോ? അങ്ങനെ പറ്റുന്നതാണെങ്കിൽ ഡോക്ലാമിൽ അന്ന് ചൈന സേന ഭാരതത്തെ വെല്ലുവിളിക്കാൻ വന്നപ്പം രഹസ്യമായിട്ട് അംബാസഡറെ കാണാൻ പോയ ആളല്ലേ? അതെ. പരസ്യമായിട്ട് അദ്ദേഹം പറഞ്ഞു പോലുമില്ല. രഹസ്യമായിട്ട് കാണാൻ പോയി, ചൈനീസ് അംബാസഡറെ കാണാൻ പോയി. മാത്രമല്ല, ആ പോയ കൂട്ടത്തിൽ റോബർട്ട് വധേര, എനിക്കൊന്ന് പ്രിയങ്ക ഉണ്ടായിരുന്നു തോന്നുന്നു. അതിലൊക്കെ ഏറ്റവും പ്രധാനവും അപകടകരവുമായ കാര്യം, അതിന് മുമ്പത്തെ UPA കാലത്തെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായിരുന്ന ശിവശങ്കർ മേനോനെയും കൊണ്ടുപോയിരുന്നു ആ കൂടിക്കാഴ്ചയ്ക്ക്. എത്ര അപകടകരമാണെന്ന് ആലോചിച്ച് നോക്കൂ. രാഹുലിനോ റോബർട്ടിനോ പ്രിയങ്കയ്ക്കോ പറഞ്ഞു കൊടുക്കാൻ കഴിവില്ലാത്ത, ഭാരതത്തിൻ്റെ രണതന്ത്രപരമായ രഹസ്യങ്ങളെ പോലും പങ്കുവെക്കാൻ കഴിവുള്ള മൻമോഹൻ സിംഗിൻ്റെ കാലത്തെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറെയാണ് ആ രഹസ്യ ചർച്ചയ്ക്ക് കൂട്ടിക്കൊണ്ടുപോയത്. അതവിടെ നിൽക്കട്ടെ. അതുപോലെ നമ്മൾ കണ്ടതാണ് ഈ കോവിഡ് കാലത്തെ ചൈനയുടെ ആക്രമണം, ലഡാക്കിലുണ്ടായ ആക്രമണം. ആ സമയത്ത് ചെയ്യുന്നത് ഇതൊക്കെ പരാജയപ്പെടുകയാണ് ചൈന ചെയ്യുന്നത്. ഇവിടെയൊക്കെ ചൈന പരാജയപ്പെട്ട് കഴിയുമ്പം ചൈന വിജയിച്ചു എന്ന് പറയാൻ വേണ്ടി ഇന്ത്യയുടെ ഭൂമി നഷ്ടപ്പെട്ടു, ഇടപെടലുമായിട്ട് ഭൂമി നഷ്ടപ്പെട്ടു എന്നൊക്കെ ചുമ്മാതൊക്കെ പറഞ്ഞേക്കുകയാണ്. അത് തന്നെയല്ല, വേറൊന്നുമുണ്ട്. ആ സമയത്ത് യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുമ്പം ഡീറ്റെയിൽസ് ചോദിക്കുക, വിശദ വിവരങ്ങൾ ചോദിക്കുക. അത് ചർച്ചയിൽ കൊണ്ടുവന്ന് ശത്രുവിന് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുക. വിവരദാനം, ഇൻഫർമേഷൻ ഷെയറിങ്, ഇതൊക്കെ അദ്ദേഹം ഉദ്ദേശിച്ചത്. അതുപോലെ പല സന്ദർഭങ്ങളിലുണ്ട്. പിന്നെ ചൈനയുടെ സുഹൃത്തായ പാകിസ്ഥാനോടല്ലേ ആദ്യം മണിശങ്കരയെ പറഞ്ഞു വിട്ടൊരു ആവശ്യം ഉന്നയിച്ചത്. അതായത് നരേന്ദ്രമോദിയെ ഒഴിവാക്കി തരണമെന്ന് എന്ന് പറഞ്ഞത്. ഇന്നും ആളുകൾ പറയുന്നത് പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടെന്നാണ്. അല്ല, നിങ്ങൾ ആ വീഡിയോ കേൾക്കണം. പ്രധാനമന്ത്രി പദത്തിൽ നല്ല ആവശ്യപ്പെട്ടത് നരേന്ദ്രമോദിയെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അത്രയ്ക്ക് ഗാഢമായ അടുപ്പം ചൈനയോടും പാകിസ്ഥാനോടും ഉള്ള രാഹുലിന് ചൈനയും പാകിസ്ഥാനും ഒരുപോലെ തന്നെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നേരിട്ടപ്പം സഹായിക്കാതിരിക്കാൻ പറ്റുമോ? ഉദ്ദിഷ്ട കാര്യത്തിൻ്റെ ഉപകാരസ്മരണ എന്ന് പറയുന്നത് പോലെ ഇതുവരെ നേടിയിട്ടുള്ള കാര്യങ്ങൾക്ക് അത് തന്നെയല്ല പല ഇടപെടലുകളും പാകിസ്ഥാൻ്റെയും ചൈനയുടെയും പല ഇടപെടലുകളിലും നടത്തിയിട്ടുള്ളത്. കാർഗിൽ തൊട്ട് നമുക്ക് ഉദാഹരണങ്ങൾ പറയാം. ഭാരതീയ ദേശീയ പക്ഷത്തിൻ്റെ വാജ്പേയിയുടെ ആണെങ്കിലും
നരേന്ദ്രമോദിയാണ് സർക്കാർ ഭരണകൂടങ്ങളിരിക്കുമ്പം അവർ നടത്തിയ ഓരോ ഇടപെടലുകളുടെയും ഓരോ ടെററിസ്റ്റ് ഇടപെടലുകളുടെയും ഇത് പാർലമെന്റ് അക്രമമാണെങ്കിലും കാർഗിൽ സംഭവമാണെങ്കിലും പിന്നെ നമ്മുടെ ഇതെല്ലാം നടന്നിട്ടുള്ളപ്പോഴും ലക്ഷ്യമെന്ന് പറയുന്നത് വാജ്പേയി ആണെങ്കിലും മോദി ആണെങ്കിലും ഭരിക്കുന്നതിന് കഴിവുള്ളവരും രാജ്യത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് കഴിവുള്ളവരും അല്ല എന്ന് സ്ഥാപിച്ച് സോണിയയുടെയോ രാഹുലിൻ്റെയോ തിരിച്ചു വരാൻ വഴിയുണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഈ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും ഭാരതത്തിനുള്ളിലെ രാഷ്ട്രീയ ലക്ഷ്യം. അത് അമ്പേ പരാജയപ്പെട്ടതിന് ഏറ്റവും വലിയ തെളിവാണ് 2019 ഇടപെടൽ. ആ പുൽവാമയിൽ തീർച്ചയായും ചൈനയുടെ പിന്തുണയോടുകൂടി പാകിസ്ഥാൻ നടത്തിയ ഇടപെടൽ, അതിന് പകരം നമ്മൾ തിരിച്ചടി കൊടുത്തപ്പം ആ തിരിച്ചടി നരേന്ദ്രമോദിയെ രാജ്യ താല്പര്യം സംരക്ഷിക്കാൻ കഴിവില്ലാത്തവനായി ചിത്രീകരിക്കാൻ വേണ്ടി നടത്തിയ ആ പരിശ്രമത്തിന് കൊടുത്ത മറുപടി, ആ എയർ സ്ട്രൈക്ക് കൊണ്ടുവച്ചത് മോദിയുടെ ഇമേജ് ഭാരതത്തിലും ലോകം മൊത്തവും വർദ്ധിപ്പിക്കുന്നതാണ്. അവിടെ അവർക്ക് പരാജയമായി. വീണ്ടും ഞാൻ പറഞ്ഞത്, കിട്ടുന്ന വെല്ലുവിളിയെ, വരുന്ന വെല്ലുവിളിയെ അവസരമാക്കി മാറ്റുന്നതിന് കഴിവുള്ള നേതാവാണ് നരേന്ദ്രമോദി എന്നുള്ളത് കൊണ്ട് ഇവർ നടത്തിയ ഓരോ പരിശ്രമങ്ങളും പരാജയപ്പെട്ടു. ഇപ്പോഴത്തെ പഹൽഗാമി സംഭവിച്ചത് തന്നെയാണ്. അവിടെ കാര്യമെന്ന് പറയുന്നത് ചൈന അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൈസിസിനെ നേരിടുന്ന ഘട്ടമായത്. അതെ, അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ചൈനയിലെ പാകിസ്ഥാന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നല്ലതുപോലെയുണ്ട്. അത് വിശദമായിട്ട് പറയാൻ സമയമില്ലെങ്കിലും അതുപോലെ തന്നെ ഇന്ന് പാകിസ്ഥാനിലുള്ള ചൈനക്കാരുടെ എണ്ണം 1 ലക്ഷത്തിന് അടുത്ത് വരുമെന്നാണ് പറയുന്നത്. 1 ലക്ഷത്തോളം പേര്. 60,000 പേരുടെ കണക്കൊക്കെ 2018-ലും 2021-ലൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ കണക്കുകൾ പറയുന്നത് 1 ലക്ഷം പേരുകളുണ്ടെന്നാണ് പറയുന്നത്. ഈ കറാച്ചി തുറമുഖത്തൊക്കെ ധാരാളം ചൈനീസ് എഞ്ചിനീയർമാർ ജോലി ചെയ്യുന്നുണ്ടെന്നാണ്. കറാച്ചി തുറമുഖത്ത് മറ്റേ നമ്മുടെ ബലൂചിസ്ഥാൻ ഏരിയയിൽ ഇത് ചൈന ശരിക്കും പറഞ്ഞ കടം കൊടുത്ത് പാകിസ്ഥാനെ പിടിച്ചെടുക്കാനുള്ള കടക്കണിയിൽ പെടുത്തി സ്വന്തമാക്കുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായിരുന്നു. പക്ഷെ ഇപ്പം ചെന്ന് പെട്ടിരിക്കുന്നത് പറയുന്നത് അവരുടെ പാകിസ്ഥാൻ എക്കണോമി തകർന്നിരിക്കുന്നു. പാകിസ്ഥാനെതിരെ ബലൂചിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഉള്ള പ്രദേശങ്ങളിലെ പ്രവിശ്യകളിലെ വെല്ലുവിളികൾ ഉയർന്നിരിക്കുന്നു. ചൈനക്കാരനെ കണ്ട വെട്ടിക്കൂട്ടുന്ന രീതിയിലേക്ക് അവിടെയും പല പ്രദേശങ്ങളും മാറിക്കഴിഞ്ഞപ്പം ചൈനയ്ക്ക് ആളും അർത്ഥവും, അതായത് കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്ന 1 ലക്ഷം പേരും അവിടെ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റും CEPAയിലും മറ്റുമൊക്കെ. അതുപോലെ അഫ്ഗാനിലെ തുറമുഖം ഉണ്ടല്ലോ, ഗദർ തുറമുഖം, നമ്മുടെ ഇറാൻ പാകിസ്ഥാൻ അഫ്ഗാന്റെ ബോർഡറിൽ വരും ഗദർ തുറമുഖം. ആ തുറമുഖം ഒക്കെ ഇനി ഓപ്പറേഷനിൽ അല്ലാതാകാൻ പോവുകയാണ്. ബലൂചിസ്ഥാനും മറ്റുമൊക്കെയുള്ള വലിയ സ്വതന്ത്ര രാജ്യമാകുക, ചൈനയോട് താല്പര്യമില്ലാത്തൊരു ഭരണകൂടം വരിക എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ക്രൂഷ്യൽ സാഹചര്യത്തിലാണ്, ആ ഒരു സന്നിഗ്ധ ഘട്ടത്തിലാണ് കുട്ടിക്കുരങ്ങിനെ കൊണ്ട് ചോറിട്ട് വാരിക്കുന്നത് പോലെ ഒരു സംഘർഷത്തിന് അനുകൂലമായ ഒരു സാഹചര്യവും സാമ്പത്തികമായോ സൈനികമായോ രാഷ്ട്രീയമായോ ഇല്ലാത്ത സാഹചര്യത്തിൽ പാകിസ്ഥാനെ കൊണ്ട് ഒരു വെല്ലുവിളിക്ക് തയ്യാറായത്. ആ വെല്ലുവിളി നടന്ന സന്ദർഭത്തിൽ പാകിസ്ഥാന് വേണ്ട സൈനിക ഉപകരണങ്ങൾ നമുക്കറിയാം. ഇപ്പോഴത്തെ ഈ അവരുടെ കടന്നാക്രമണം, അതായത് നമ്മൾ തിരിച്ചടിക്ക് ശേഷം, ഭാരതത്തിൻ്റെ തിരിച്ചടിക്ക് ശേഷം ഉണ്ടായ കടന്നാക്രമണത്തിന് അവരുപയോഗിച്ച സാധനങ്ങളെല്ലാം, ഡ്രോൺസ് ഉൾപ്പെടെ ചൈനയുടെയും തുർക്കിയുടെയും പിന്നെ അമേരിക്കയുടെ ഒരു പരിധിവരെ ഇറാൻ്റെയും ഉണ്ട്. അമേരിക്കയുടെ പണം കൊടുത്ത് വാങ്ങിച്ചു, അതിനോട് കൂടുതൽ ആവശ്യമില്ല. ഒരു പരിധിവരെ ഇറാൻ്റെയും ഉണ്ടെന്ന് പറയുന്നു. അതിനെയും നമ്മൾ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. എങ്കിലും ചൈന ഇതിൽ ചെയ്തതെന്താന്ന് പറഞ്ഞാൽ, ആ പഹൽഗാം സംഭവത്തിന് ശേഷം പെട്ടെന്ന് തന്നെ അവിടെയുള്ള ഈ ഇൻ്റലിജൻസ് കളക്ഷനും
മറ്റാവശ്യങ്ങൾക്കും ആവശ്യമായിട്ടുള്ളതും അതുപോലെ ഡിഫൻസ് സിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള ഇലക്ട്രോണിക് ഡിവൈസസും മറ്റുമൊക്കെ ചൈനീസ് ഉപകരണങ്ങൾ നൽകി അപ്ഡേറ്റ് ചെയ്തു. അതിർത്തി വരെ ആ ഒരു ഇലക്ട്രോണിക് കവചം, പ്രതിരോധ കവചം കൊടുക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞു. അവസാനം ഇപ്പോൾ ഏറ്റവും അവസാനം കിട്ടുന്ന വാർത്ത എന്ന് പറയുന്നത് അത് ഉപകരണങ്ങൾ കൊടുക്കുക, ഉപകരണങ്ങൾക്ക് പേര് പറയാൻ നമുക്ക് സമയമില്ല, കൊടുക്കുക മാത്രമല്ല ചെയ്തത്, അത് കൈകാര്യം ചെയ്യുന്നതിന് ആളെ കൂടെ കൊടുത്തെന്നാണ് പറയുന്നത്. ആ കൊടുത്ത കൂട്ടത്തിൽ 2 ടെക്നീഷ്യൻസ് മരിച്ചു പോയെന്നുള്ള വാർത്തകൾ പോലും പലയിടത്തുനിന്നും വരുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പം അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞ 1,00,000 പേരിൽ ഒരു നല്ല ശതമാനം ആളുകളെ അഫ്ഗാനിസ്ഥാൻ വഴി, അപകടകരമായ പോക്കാത് ചൈനീസ് ജനങ്ങൾക്ക്, അതുവഴി തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ, ചൈനയിലേക്ക് കൊണ്ടുപോകാൻ പദ്ധതിയിട്ടെന്ന് പറയുന്നു. അങ്ങനെ ഒരു പാനിക് റിയാക്ഷന് ചൈന ആയ സാഹചര്യത്തിലേക്ക് ഭാരതത്തിൻ്റെ പ്രതിരോധം ചൈനീസ് ഉപകരണങ്ങളെയും ചൈനയിലെ ഉപകരണം ചലിപ്പിക്കുന്ന ആളുകളെയും എല്ലാം തകർത്തിട്ട് ഭാരതം ആ കൃത്യമായ തരത്തിലുള്ള പ്രതിരോധം തീർക്കുകയും പ്രത്യാക്രമണം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അത് എങ്ങനെയാണ് സാധിച്ചതെന്നുള്ളതിനെക്കുറിച്ച്, ഭാരതത്തിൻ്റെ സാങ്കേതിക വളർച്ചയെക്കുറിച്ച്, പ്രതിരോധ രംഗത്തെ ഭാരതത്തിൻ്റെ സാങ്കേതിക വളർച്ചയും പ്രതിരോധക്ഷമതയും ലോകം മുഴുവൻ പഠിക്കുകയാണ്. പെൻറ്റഗൺ അതുപോലെ 70ഓളം രാജ്യങ്ങളിലെ സൈനിക വൃത്തങ്ങൾ പഠിക്കുകയാണെന്നാണ് പറയുന്നത്. സാർ, അപ്പോൾ അതോടൊപ്പം ഒരു കാര്യം പറഞ്ഞു, അതോടൊപ്പം തന്നെ ഭാരതം 7 ദൗത്യ സംഘങ്ങളെ വിട്ട് ലോകം മുഴുവൻ ഇതിൻ്റെ രാഷ്ട്രീയ വംശം, നയതന്ത്രവശം വിശദീകരിക്കാനും വിട്ടിരിക്കുകയാണ്. അപ്പം ഭാരതം വിജയിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് പോകുന്ന കാര്യങ്ങൾ, അത് രാഹുൽ ചിന്തിക്കുന്നത് ഭാരതം വിജയിച്ചാൽ, ഭാരതം രക്ഷപ്പെട്ടാൽ, ഭാരതത്തിൻ്റെ പ്രതിരോധം അഭേദ്യമായി മാറിക്കഴിഞ്ഞാൽ അത് നരേന്ദ്രമോദിയുടെ വിജയമായിട്ട് മാറും, അത് തൻ്റെ പരാജയമായെങ്കിലോ എന്ന് ഭയന്നിട്ട് വേണ്ടത്ര പണവും സഹായവും മറ്റ് കാര്യങ്ങളും ചൈനയോടും പാകിസ്ഥാനോടും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനോടും മേടിച്ച ആ സ്വീകരിച്ച ഉപകാരങ്ങൾക്കുള്ള നന്ദിയാണ് ഇന്ന് രാഹുൽ പലതരത്തിൽ ചൈനയ്ക്ക് അനുകൂലമായ, പാകിസ്ഥാന് പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും പ്രചരണങ്ങളുമായി പാകിസ്ഥാൻ്റെ IPSRനും ചൈനയ്ക്കും ഇവർക്കെല്ലാം ലോകത്ത് മുഴുവൻ ഉദ്ധരിക്കാൻ പറ്റുന്ന ഉദ്ധരണികൾ കൊടുത്തുകൊണ്ട് രാഹുൽ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതാണ് എൻ്റെ പക്ഷം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.